വനത്തിൽ മുഴങ്ങുന്ന വെടിയൊച്ചകൾ. മരത്തിനടിയിൽ ശ്വാസമടക്കി പിടിച്ചു കിടക്കുന്ന ജോയി. തണ്ടർബോൾട്ടിൻ്റെ വളയത്തിനുള്ളിൽ നന്ദനും രമേശനും. അവസാനം ജീവനോടെ ബാക്കി വരുന്നത് ആരായിരിക്കും? നമുക്ക് കേൾക്കാം കൊലയാളി ഭാഗം 98. അപ്പോഴേക്കും കുറച്ച് അകലെ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. വീണ് കിടക്കുന്ന ഒരു കാട്ടുചോല മരത്തിനടിയിലേക്ക് ജോയി നൂണ്ട് കയറി. അവിടെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പതുങ്ങിയിരിക്കാം. ശബ്ദം കേട്ട ഭാഗം കൃത്യമായി കാണുകയും ചെയ്യാം. മറ്റു തരത്തിലുള്ള ഉപദ്രവങ്ങളും പ്രതീക്ഷിക്കണ്ട. ഒന്നോ രണ്ടോ ഉറുമ്പുകൾ കടിച്ചേക്കും, സാരമില്ല. അവിടെ ഒളിച്ചിരുന്നു കൊണ്ട് അതെന്താണെന്ന് അയാൾ നിരീക്ഷിച്ചു. മന്ത്രിക്കും പോലെ ജോയി തനിയെ പറഞ്ഞ 2 വാക്കുകൾ മാത്രം പ്രകൃതി കേട്ടു. തണ്ടർബോൾട്ട് എന്നായിരുന്നു അത്. ജോയിക്ക് അവരെ പെട്ടെന്ന് തന്നെ പിടികിട്ടി. ഇതിനു മുൻപ് പല തവണയും വനത്തിൽ വെച്ച് അവരെ താൻ കണ്ടിട്ടുണ്ട്. വെടികൊണ്ട് ചത്ത മൃഗത്തിനെയും കൊണ്ടുവരുന്ന സമയത്താണ് അവരെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒളിച്ചു പോകേണ്ടി വന്നിട്ടുമുണ്ട്. ചില ദിവസങ്ങളിൽ രാത്രി വരെ മറഞ്ഞു നിൽക്കേണ്ടി വന്നിട്ടുമുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അവരുടെ കയ്യിൽ അകപ്പെട്ടിട്ടില്ല. അതുകൊണ്ടെന്താ, ഇപ്പോഴും കേടില്ലാതെ നടക്കാം. ഇന്നും ഇനി അവരുടെ കയ്യിൽപ്പെടാതെ എങ്ങനെയെങ്കിലും ഒഴിവാകണം. താനിവിടെ വന്നതിൻ്റെ ലക്ഷ്യമൊന്നും പറഞ്ഞിട്ട് അവരുടെ അടുത്ത് കാര്യമുണ്ടാവില്ല. അത് അവർ അംഗീകരിക്കണമെന്നുമില്ല. പരീക്ഷണത്തിനൊന്നും വയ്യ. അതുകൊണ്ട് തന്നെ ജോയി മരത്തിനടിയിൽ കമിഴ്ന്നു കിടന്നുകൊണ്ട് തന്നെ അവിടെ നടക്കുന്നത് എന്താണ് എന്ന് നോക്കിക്കൊണ്ടിരുന്നു. എന്തെങ്കിലുമൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. രമേശനെയും നന്ദനെയും ജോയിക്ക് ഇപ്പോൾ കാണാം. അവർ വലിയൊരു മരത്തിൻ്റെ പടർന്നു നിൽക്കുന്ന വേടിൻ്റെ മറവിലാണ് ഇപ്പോൾ. അവരും തണ്ടർബോൾട്ടുകാരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കണം. തണ്ടർബോൾട്ടുകാർ തങ്ങളെ കണ്ടു കഴിഞ്ഞു എന്ന് നന്ദനും രമേശനും ഉറപ്പായിട്ടുണ്ട്. അത് അവരുടെ പതുങ്ങി നിൽക്കൽ കണ്ടാൽ മനസ്സിലാകും. ഇല്ലെങ്കിൽ വഴിമാറിപ്പോയാലും മതിയായിരുന്നല്ലോ. നിലത്ത് കിടന്ന് ഇഴഞ്ഞുകൊണ്ട് തണ്ടർബോൾട്ടുകാർ മുന്നോട്ട് നീങ്ങുന്നത് അവരുടെ അടുത്തേക്ക് തന്നെയാണ് എന്ന് തോന്നിയ നിമിഷം അവരുടെ റൈഫിളുകളിൽ നിന്നും വെടിപൊട്ടി തുടങ്ങി. നാടൻ തോക്കിൽ നിന്നും വെടിപൊട്ടുമ്പോൾ ഉണ്ടാകുന്ന മാതിരി ശബ്ദമൊന്നും റൈഫിൾ പുറപ്പെടുവിക്കുന്നില്ല. എന്നാലും പല തോക്കുകളിൽ നിന്നും ഏതാണ്ട് ഒരേ സമയം തന്നെ വെടിയുതിർക്കുമ്പോൾ ഉള്ള ശബ്ദം വളരെ കൂടുതൽ തന്നെയാണ്. വനത്തിൻ്റെ നിശബ്ദതയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് വെടിശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. ജോയി നോക്കുന്നത് വളർന്ന് പടർന്നു നിൽക്കുന്ന ആ വലിയ മരത്തിനടുത്തേക്ക് തന്നെയാണ്. അതിൻ്റെ മറവിലാണല്ലോ രമേശനും നന്ദനും ഇപ്പോൾ ഉള്ളത്. അവർക്കൊന്നും സംഭവിക്കണമെന്ന് ജോയിക്ക് ആഗ്രഹമില്ലല്ലോ. അതുകൊണ്ടാണ് അയാൾക്ക് അത്രയധികം ആകാംക്ഷ. ഇടയ്ക്കിടെ നിന്നും പിന്നെ തുടർന്നും ഒക്കെയായി വെടിവയ്പ് കുറേ നേരത്തേക്ക് കൂടി തുടർന്നു. അത്രയും നേരത്തേക്ക് വെടിയുടെ ശബ്ദവും അക്കരെ കുന്നിൽ നിന്നുമുള്ള അതിൻ്റെ മുഴക്കവും മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കരിമന്തി വർഗത്തിൽപ്പെട്ട മൃഗങ്ങളുടെ ഭയത്തോടെയുള്ള ശബ്ദവും കേൾക്കാനുണ്ടായിരുന്നു. സമയം കുറേ കടന്നുപോയി. ഇപ്പോൾ 2 ഭാഗത്തു നിന്നും വെടിവയ്പ് നിലച്ചിരിക്കുന്നു. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. മരത്തിനടിയിൽ നിന്നും ജോയിക്ക് പുറത്തേക്കിറങ്ങാൻ ഇതുവരെയും ആയിട്ടില്ല. ഇപ്പോൾ തന്നെ കണ്ടാൽ ചിലപ്പോൾ നന്ദനും രമേശനും പോലും വെടിയുതിർത്തു എന്നിരിക്കാം. പെട്ടെന്ന് ചിലപ്പോൾ ആളെ പിടികിട്ടണം എന്നില്ലല്ലോ.
ചുറ്റിലും മുഴുവനും ശത്രുക്കളാവുമ്പോൾ അതിൽ ഒരാൾ മാത്രം വ്യത്യസ്തനാകുമെന്ന് കരുതാൻ കഴിയില്ലല്ലോ. ജോയി സൂക്ഷിച്ചു നോക്കുമ്പോൾ ചീനിമരത്തിന് അടിയിൽ നിന്നും ഒരാൾ മാത്രം മരങ്ങൾക്ക് മറഞ്ഞ് മറഞ്ഞ് നീങ്ങിപ്പോകുന്നത് കണ്ടു. അതാരാണെന്ന് വ്യക്തമല്ല. എവിടേക്കാണ് നീങ്ങുന്നത് എന്ന് അപ്പോൾ പറയാനും കഴിയില്ല. അയാൾ നടപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നടത്തം മുട്ടിന്മേലാണ്. അതുകൊണ്ട് ഒരു വശം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഒരാളാണെന്ന കാര്യം മാത്രം ഉറപ്പ്. അല്ലാതെ ആരാണെന്ന് പറയാൻ പറ്റില്ല. അയാളുടെ സഞ്ചാരപാത വെച്ച് കണക്കുകൂട്ടി നോക്കുമ്പോൾ നേരത്തെ തോക്കെടുക്കാൻ വേണ്ടി ഇറങ്ങിയ മടയിലേക്ക് തന്നെയാണെന്ന് ജോയിക്ക് തോന്നി. അയാൾ എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയണമല്ലോ. അതിനായി ജോയി പിന്നെയും അയാളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് കിടന്നു. ജോയിയുടെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. അയാൾ മുട്ടിന്മേൽ നടന്നു ചെന്ന് ആ മടയുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയാണ് പോയതെങ്കിൽ ഉടനെ തന്നെ തിരിച്ച് കയറി വരുമല്ലോ. തിരിച്ചു വരികയാണെങ്കിൽ കിഴക്കുവശത്തേക്കാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ മുഖം തനിക്ക് കാണാനും കഴിയും. പടിഞ്ഞാറ് വശത്തേക്കാണെങ്കിൽ തലയുടെ പിൻഭാഗം മാത്രമേ കാണാൻ കഴിയൂ. വരട്ടെ, നോക്കാം. വീണ്ടും മടയുടെ അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചു. കുറച്ച് സമയം കൂടി കഴിഞ്ഞുപോയി. അയാൾ തിരിച്ചു വരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ഇപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നത്, ഇവർ രണ്ടുപേരുണ്ടായിരുന്നില്ലേ? നന്ദനും രമേശനും. അതിലൊരാളെവിടെ പോയി? ഒരാളെ ഒഴിവാക്കി മറ്റൊരാൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കാനേ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സാധ്യത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രണ്ടുപേരിൽ ഒരാൾ തണ്ടർ ബോൾട്ടുകാരുടെ തോക്കിന് ഇരയായിട്ടുണ്ടാകും. അയാളെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് കൂട്ടുകാരൻ രക്ഷപ്പെടുന്നതായിരിക്കണം. അതിന് മാത്രമേ സാധ്യത കാണുന്നുള്ളൂ. എന്നാലും സുരക്ഷിതമായി ചീനിമരത്തിൻ്റെ മറവിൽ നിന്നതിൽ ഒരാൾക്ക് എങ്ങനെ വെടിയേൽക്കും? ആലോചിച്ചിട്ട് അതിനൊരു സാധ്യതയും കാണുന്നില്ല. തണ്ടർ ബോൾട്ടുകാരാണെങ്കിൽ അവരെ കണ്ടിട്ടും ഉണ്ടാവില്ല. വെടി വന്ന ദിശയിലേക്ക് വെടിവെച്ചത് മാത്രമേ കാണൂ. ആളുടെ സാന്നിധ്യം മനസ്സിലാക്കിയതോടെ അവർ നിറയൊഴിച്ചിട്ടുണ്ടാകും. പിന്നെ ഒരു സാധ്യത മാത്രമാണുള്ളത്. ഇടയ്ക്ക് കുറച്ച് സമയത്തേക്ക് വെടിവെപ്പ് നിന്നിരുന്നല്ലോ. ആ സമയത്തെങ്ങാനും ശത്രുവിൻ്റെ നീക്കം ശ്രദ്ധിക്കാൻ പുറത്തേക്ക് ആരെങ്കിലും തല നീട്ടിയിട്ടുണ്ടാകാം. കൃത്യം ആ സമയത്ത് തന്നെ എതിർഭാഗത്തു നിന്നും വെടി വന്നിട്ടുണ്ടാകും. പിന്നെ രക്ഷയില്ലല്ലോ. ആ സമയത്ത് വെടി കിട്ടിയെങ്കിൽ മിക്കവാറും കിട്ടുക തലയ്ക്ക് തന്നെ ആയിരിക്കും. പിന്നീട് അവൻ ജീവിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ആയിരിക്കണം സംഭവിച്ചത്. അല്പസമയത്തിനുള്ളിൽ വിവരമറിയാൻ കഴിയും. മറഞ്ഞു കിടക്കുന്ന തണ്ടർ ബോൾട്ടുകാർ പുറത്തിറങ്ങും. വെടിവെപ്പിൻ്റെ പരിണതഫലം അവർ വിശദമായി പരിശോധിക്കുകയും ചെയ്യും. അപ്പോൾ അറിയാൻ കഴിയും. തന്നെ എന്താണെങ്കിലും ആർക്കും കാണാൻ കഴിയില്ല. അതുകൊണ്ട് സംഭവത്തിൻ്റെ അവസാനം വരെ കണ്ടിട്ട് മാത്രമേ ചോലമരത്തിനടിയിൽ നിന്നും താൻ എഴുന്നേൽക്കുകയുള്ളൂ എന്ന് ജോയി തീരുമാനിച്ചു. ഇപ്പോൾ ജോയി നോക്കുമ്പോൾ പോലീസ് സംഘം നിന്നിരുന്ന സ്ഥലത്ത് നിന്നും അനക്കങ്ങൾ കാണാൻ തുടങ്ങി. വളരെ ശ്രദ്ധാപൂർവം മരങ്ങൾക്ക് മറഞ്ഞു തന്നെയാണ് അവർ മുന്നോട്ട് വരുന്നത്. എത്ര പേരുണ്ട് എന്നൊന്നും പറയാൻ കഴിയില്ല. കുറേ പേരുണ്ട്, അത്ര മാത്രം അറിയാം. അവർ മുന്നോട്ട് ഒരു ലക്ഷ്യം വെച്ച് നടന്നു വന്നു. മരങ്ങളുടെയും കുറ്റിച്ചെടികളുടെയും ഇലകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ബുള്ളറ്റ് കൊണ്ട് ചില ചെടികളുടെയെങ്കിലും ഇലകളൊക്കെ തുളഞ്ഞു പോയിട്ടുണ്ട്.
എവിടെയാണ് ശത്രു ഉണ്ടായിരുന്നത് എന്ന ലക്ഷ്യം കിട്ടാനുള്ള ഒരു മാർഗമാണത്. കുറേ കാലമായല്ലോ ഇവരും വനത്തിൽ തന്നെ സേവനം ചെയ്യുന്നു. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം അവരും പഠിച്ചിട്ടുണ്ടാവും. അവരിൽ നിന്ന് ആർക്കെങ്കിലും പരിക്കുണ്ടോ എന്നറിയാൻ കഴിയില്ല. വന്നവർ ചീനി മരത്തിന് അടുത്ത് തന്നെ വന്ന് ജാഗരൂകരായി കുറേ നേരം കൂടി നിന്നു. എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. എന്താണെന്ന് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ കാര്യം, പലരാണ് സംസാരിക്കുന്നത്. പിന്നെ വനത്തിലെ മൃഗങ്ങളുടെ ശബ്ദ കോലാഹലങ്ങൾ അക്കരെ കുന്നിൽ നിന്നും മുഴങ്ങി കേൾക്കുകയും ചെയ്യാം. അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്ന വെടിവെപ്പിൽ ഭയന്ന അവർ അപകടമൊഴിവായി എന്ന് തോന്നിയതേ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം അവയുടെ ആഘോഷമായിരിക്കും. ഇപ്പോൾ തണ്ടർബോൾട്ട് സംഘം ചീനിമരത്തിനടുത്ത് പരിശോധന തുടങ്ങി. കുറച്ചുപേർ തോക്ക് പിടിച്ച് ഏതു സമയവും വെടിപൊട്ടിക്കാൻ തയ്യാറായി നിൽക്കുകയുമാണ്. സംഭവിച്ചത് എന്താണെന്ന് ഇപ്പോൾ അറിയാം. 2 പേരിൽ ഒരുത്തൻ അവിടെ തന്നെ വീണിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും വഴിക്ക് രക്ഷപ്പെട്ടു കളഞ്ഞോ എന്ന വിവരം അറിയാൻ കഴിയും. വീണിട്ടുണ്ടാവാനാണ് സാധ്യത മുഴുവൻ. അല്പസമയം കൂടി കാത്തു നിൽക്കേണ്ടി വന്നു. സംഘത്തിൽപ്പെട്ട ഒരാൾ ആരെയോ ഒരാളെ കാലിൽ പിടിച്ച് മെല്ലെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. കനത്തിൽ കിടക്കുന്ന കരിയിലയുടെ മുകളിലൂടെ ആയതുകൊണ്ട് ശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടാക്കാതെ തന്നെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അത് ആരായിരിക്കും? അയാൾ കൊല്ലപ്പെട്ടതായിരിക്കുമോ? മടയിലേക്ക് ഇറങ്ങിപ്പോയവൻ തിരിച്ചു വന്നിട്ടില്ലല്ലോ. അവന് പരിക്ക് പറ്റി അതിനുള്ളിൽ തന്നെ കിടന്ന് മരിച്ചുപോയി കാണുമോ? എന്താണെങ്കിലും അല്പസമയത്തിനുള്ളിൽ കാര്യങ്ങളുടെ കിടപ്പുവശം തീർച്ചയായും അറിയാം. അതിനുശേഷം അവർ പോയിട്ട് മാത്രമേ തനിക്ക് മരത്തിൻ്റെ അടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂ. തുടർന്ന് നടക്കുന്നതെന്തൊക്കെയാണെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ജോയി അവിടെ തന്നെ കാത്തു കിടന്നു. 2 പേരായിരുന്നല്ലോ മരത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്ന് വെടിയുതിർത്തത്. അതിലൊരാളായിരിക്കുമല്ലോ അവിടെ വീണ് കിടക്കുന്നത്. അതാരായിരിക്കും എന്നത് മാത്രമാണ് ഇപ്പോൾ സംശയമുള്ളത്. വനത്തിൽ നടന്ന ഈ പരസ്പര യുദ്ധത്തിൻ്റെ പരിണതഫലം എന്താണെന്ന് നമുക്ക് അടുത്ത ഭാഗത്തിലറിയാം. നഷ്ടപ്പെടുത്താതെ കണ്ടാൽ മതി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിച്ചേക്കണേ.